നിങ്ങൾക്കറിയില്ലേ, അള്ളാന്റെ ഹബീബിന്റെ റബീഉൽ അവ്വൽ വരികയാണ്. ലോകം ഹബീബിന്റെ സ്മരണകളെ കൊണ്ട് പരിമളം പരത്താൻ പോവുകയാണ്. വിശ്വാസമാനസങ്ങളിൽ പ്രപഞ്ചത്തിന്റെ അഷ്ടദിക്കുകളിലും അള്ളാന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങളും സ്മരണകളും കൊണ്ട് പ്രജ്വലിക്കുമ്പോ ലോക മുസ്ലിമീങ്ങളുടെ മാനസങ്ങളിൽ നിന്ന് പ്രവാചക പ്രേമത്തിന്റെ പാരടികളായി പെയ്തിറങ്ങുന്ന പ്രകീർത്തനങ്ങള് എങ്ങനെ പിഴുതുമാറ്റാൻ കഴിയുമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, വരണ്ടുണങ്ങിയ മാനസങ്ങളെ മതത്തിന്റെ മാറിടത്തിൽ പതിട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഹാബി പൗരോഹിത്യം നമ്മളോട് തെളിവന്വേഷിക്കുകയാണ്. ഖൈർ മുടക്കാനാണ് വഹാബികൾ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്. മഹബത്ത് എങ്ങനെയാണ്? ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മൾ റാലി നടത്തുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മൗലിദ് ഓതുമ്പോ, ആ റാലി നടത്താൻ തെളിവും ചോദിച്ചു വരുന്ന വഹാബിക്ക് എന്താണ് മഹബത്ത് എന്നറിയില്ല. ആ മഹബത്ത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. മുസ്ലിമീങ്ങളെ, മഹബത്ത് എന്നത്, സ്നേഹപ്രകടനം എന്നത് എഴുതി പഠിക്കുന്ന കാര്യമല്ല, അത് വായിച്ചെടുക്കുന്ന കാര്യമല്ല, അതൊരിക്കലും തന്നെ പ്രാക്ടിക്കലായി പരിശീലിക്കേണ്ടതല്ല. വിശ്വാസമാനസങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന വൈവിധ്യങ്ങളാണ് സ്നേഹപ്രകടനങ്ങൾ. ആ സ്നേഹപ്രകടനങ്ങൾ വൈവിധ്യങ്ങളാണ്. ഞാൻ സ്നേഹിക്കുന്നത് പോലെയാകണമെന്നില്ല നിങ്ങളെ സ്നേഹപ്രകടനങ്ങള്. നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെയാകണമെന്നില്ല മറ്റൊരാളുടെ സ്നേഹപ്രകടനോ. ഇപ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെയാകണമെന്നില്ല ഇനി വരാൻ പോകുന്ന തലമുറ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചതുപോലെയാകണമെന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ആളുകൾ സ്നേഹം പ്രകടിപ്പിച്ചത് സ്നേഹപ്രകടനങ്ങൾ വൈവിധ്യങ്ങളാണ്. ചിലപ്പോൾ അത് പരസ്പര വൈരുദ്ധ്യങ്ങളുമാവാ. കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു? ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാനസങ്ങളിൽ നിന്ന് മഹബത്ത് പ്രകടമായത് എങ്ങനെയാ? അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിനെ ഈ ലോകത്തിൽ നിന്ന് വിശ്വാസികളെ യാത്രയാക്കിയ ശേഷം ആ ഹബീബിന്റെ കാലത്ത് മദീനത്തെ പള്ളിയുടെ മുകുടങ്ങളിൽ വിശുദ്ധമായ ബാങ്കൊലിയുടെ മധുരനാദം കൊണ്ട് മദീനയെ പുഷ്കലമാക്കിയ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, വിശുദ്ധ റൗളയിൽ ഹബീബിനെ യാത്രയാക്കുമ്പോ, മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പരിമളം പരത്തുന്ന ശരീരവുമായി പൂച്ചിഞ്ചിരിയുമായി കടന്നു വരുന്ന ഹബീബിന്റെ സാന്നിധ്യമില്ലെന്ന തിരിച്ചറിവ് വരുമ്പോ, ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ തന്റെ സഹപ്രവർത്തകന്മാരോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? അവിടുന്ന് പറയുന്നത്, ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട. ആ ഹബീബിന്റെ സാന്നിധ്യമില്ലാത്ത മദീനയിൽ ഇനി ബിലാലിന് ഉറക്കം വരൂല. ഹയ്യ അലസ് സ്വലാ എന്ന വിളിനാദം വരുമ്പോ, അല്ലാഹു അക്ബറിന്റെ മധുരനാദം മദീനയുടെ പാർശ്വങ്ങളിലൂടെ വഴിഞ്ഞൊഴുകുമ്പോ, മദീനത്തെ പള്ളി അകത്തളങ്ങളിലേക്ക് വിശുദ്ധ വദനങ്ങളുമായി കടന്നു വരുന്ന ഹബീബിന്റെ വിശുദ്ധ പൂമുഖം കാണാൻ എനിക്ക് കഴിയില്ലല്ലോ. ഹബീബില്ലാത്ത മദീന, ഹബീബിന്റെ സാന്നിധ്യമില്ലാത്ത മദീന ഇനി ബിലാലിന് ഉറക്കമില്ലാത്ത മദീനയാണ്. ഇനി ബിലാലിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത മദീനയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഹബീബിന്റെ വിരഹവേദനയിൽ മദീനയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോവുകയാ. അതേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനതലങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടമായത് ആ ഹബീബില്ലാത്ത മദീനയിൽ നിന്ന് നാട് വിട്ടു പോയിക്കൊണ്ടാണെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹപ്രകടനത്തിന്റെ നേരെ എതിരിലാണ് ഇമാം മാലിക് റഹിമഹുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. എങ്ങനെയാണ് മാലിക് റഹിമഹുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമുള്ള മദീന ജാറത്തുങ്കലിൽ നിന്ന് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് മക്കയിലേക്ക് പോയതൊഴിച്ചു നിർത്തിയാൽ മാലിക് തങ്ങൾ മദീനന്റെ പുറത്തു പോയിട്ടില്ല. ഇമാം മാലിക് തങ്ങൾ മദീന വിട്ടു പോകാതിരുന്നതോ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറത്തു പോയതോ രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. എന്നാൽ അത് രണ്ടും പരസ്പരം സ്നേഹപ്രകടനങ്ങളാണ്. മഹബത്ത് എന്നാൽ അത് അനുരാഗമാണ്. വിശ്വാസി മാനസങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന അനുരാഗത്തിന്റെ വൈവിധ്യങ്ങളാണ് സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് എങ്ങനെയും സ്നേഹം പ്രകടിപ്പിക്കാം. ഒരൊറ്റ മാനദണ്ഡമേ സ്നേഹപ്രകടനത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ സ്നേഹപ്രകടനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞ ഒരു കാര്യമോ സ്നേഹപ്രകടനത്തിൽ വന്നുകൂടാ.
വന്നുകൂടാ. അള്ളാന്റെ ഹബീബ് വിലക്കിയ ഒരു കാര്യവും സ്നേഹപ്രകടനത്തിൽ വന്നുകൂടാ. അത് സ്നേഹപ്രകടനത്തിൽ മാത്രമല്ല, അത് കല്യാണ സദസ്സിലും വന്നുകൂടാ, അത് മദ്രസ വാർഷികത്തിലും വന്നുകൂടാ, അത് സമ്മേളന സ്റ്റേജുകളിലും വന്നുകൂടാ. മദ്ദളം, മ്യൂസിക്, പെണ്ണുങ്ങളുടെ പാട്ട്, ഇതൊക്കെ ഖുർആനും ഹദീസും പച്ചയിൽ ഹറാമാന്ന് പറഞ്ഞതാണ്. ആ കാര്യം നബിദിന റാലിക്കും നബിദിന പരിപാടിക്കും പാടില്ല. നബിദിന പരിപാടിക്കും പാടില്ല എന്ന് മാത്രമല്ല, വഹാബികളെ മദ്രസ വാർഷികത്തിനും പാടില്ല, അതുപോലെ വഹാബികളുടെ സമ്മേളനത്തിനും പാടില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ നബിദിനത്തിന് പോത്തിനറുക്കൽ ഹറാമാന്ന് പറയുന്ന ഒരായത്ത് കണ്ട കൗത്തിൽ വെച്ച കത്തി അപ്പെടുക്കണം. ഞാൻ ഉറപ്പിച്ചു പറയാം മുസ്ലിമീങ്ങളെ, റബീഉൽ അവ്വലിൽ നമ്മൾ അറുക്കാൻ 1.5 പോത്തിനെ തള്ളിയിട്ട് മൂർച്ചുള്ള കത്തി കൗത്തിൽ വെച്ച് നിൽക്കുമ്പോൾ വഹാബി വന്ന് നബിദിനത്തിന് പോത്തിനറുക്കാൻ പാടില്ല എന്ന് മദലോ മ്യൂസിക്കോ ഹറാമാന്ന് പറയുന്നത് പോലുള്ള ഒരു ആയത്തോ ഹദീസോ തന്നാൽ പിന്നെ തൊടാൻ പാടില്ല, പോത്തിനെ കയറൂരി വിടണം. എന്താ നമുക്ക് അതിൽ ഇത്ര വാശി? അതിങ്ങനെ ഇഞ്ചിക്ക് കരങ്ങടിച്ച ഇഞ്ചിനെ പോലെ നിൽക്കാന്നല്ലാതെ ഉസുറും പുളിയുള്ള മറുപടി ഒന്നും ഇതിന് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണം, സ്ത്രീകള് പാട്ടുപാടലും സ്റ്റേജിൽ കയറലും ഹറാമാന്ന് ഹദീസിലും ആയത്തിലൊക്കെ ഉണ്ട്. ഇതുപോലെ നബിദിനത്തിന് റാലി നടത്തൽ ഹറാമാന്ന് പറയുന്ന ഒരു ആയത്തോ ഹദീസോ വഹാബി തന്നാൽ റാലി പിരിച്ചുവിട്ട് പള്ളികൾക്ക് പോകാൻ പിന്നെ നടത്താൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും ഹറാമാന്ന് പറയാത്ത ഏത് കോലത്തിലും, ഇനിയിപ്പോ ചിലപ്പോൾ വരുന്ന കൊല്ലത്തൊക്കെ വെറും സോഷ്യൽ മീഡിയയിലേക്കാണ് നബിദിന പരിപാടി. അപ്പൊ വഹാബി വന്നിട്ട് ആയത്തിൽ സോഷ്യൽ മീഡിയയിൽ പാടില്ല എന്നുണ്ടോ പാടുണ്ടോന്നുണ്ടോ? ചങ്ങായി അന്ന് സോഷ്യൽ മീഡിയ അല്ലാന്നതിന് മറുപടി. അപ്പോ ഇങ്ങനെ വഹാബികള് മതം പഠിച്ചിട്ടില്ല. സ്നേഹപ്രകടനം എന്നത് എഴുതി പഠിപ്പിക്കുന്ന സംഗതിയല്ല, അതിങ്ങനെ വരച്ച് കേട്ടാൻ പറ്റിയ സംഗതിയല്ല. വിശ്വാസിയുടെ മനസ്സങ്ങളിൽ നിന്ന് വടിഞ്ഞൊഴുകുന്ന അനുരാഗത്തിന്റെ വൈവിധ്യം അത് പല കോലത്തിലും ചെയ്യാം, ഏത് രൂപത്തിലും ചെയ്യാം. അള്ളാഹുവിന്റെ ഖുർആൻ ഹറാമാന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസില് പാടില്ലെന്ന് പറഞ്ഞ ഒരു കാര്യം സംഭവിച്ചുകൂടാ. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് ആർദ്രതയാണ്, സുന്നത്ത് ജമാഅത്ത് സഹാനുഭൂതിയാണ്, സുന്നത്ത് ജമാഅത്ത് പാരസ്പര്യ ബന്ധങ്ങളാണ്, സുന്നത്ത് ജമാഅത്ത് സ്നേഹബന്ധങ്ങളുടെ പട്ടുറുമാലാണ്. വഹാബീസം എന്നത് അരാജകത്വമാണ്, വഹാബീസം എന്നത് വരണ്ടുണങ്ങിയ ഹൃത്തടങ്ങളാണ്, വഹാബീസം എന്നത് ഭിന്നിപ്പിക്കലും മരവിപ്പിക്കലും ഈ സമൂഹത്തെ ഇല്ലാതെയാക്കലുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടിടത്ത് നിന്ന് മനസ്സിലാക്കുക, ഹദീസുകളെ തിരിച്ചറിയേണ്ട രീതിയിൽ നമ്മൾ തിരിച്ചറിയുക, ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരുടെ വഴി നമ്മൾ പിന്തുടരുക.